ഹായ് ഹലോ, നമ്മൾ നല്ലൊരു വീഡിയോസ് കണ്ടന്റ് ആയി ഇടുന്നു എന്നതിൽ കാര്യമുണ്ടോ? ആക്ച്വലി ആ വീഡിയോസ് എല്ലാവരും കാണണം. അവരെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ ഇടുന്ന തമ്പനയിലുകളാണ്. ഈ തമ്പനയിലുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എന്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ 2 വീഡിയോസോളം തമ്പനയിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിരവധി പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും വിളിച്ച് ചോദിക്കുന്നു, നിങ്ങളൊരു ആകർഷകമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ആപ്പുകളിലൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടെ ആകർഷകമായിട്ടുള്ള ഈ ഫുഡിന്റെ എങ്ങനെയാണ് ഞങ്ങൾ തമ്പനയിൽ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ വ്ളോഗുകൾ ചെയ്യുമ്പോൾ എങ്ങനെ തമ്പനയിൽ ഉണ്ടാക്കണം, ടെക്കുകൾ ചെയ്യുമ്പോൾ എങ്ങനെ തമ്പനയിൽ ഉണ്ടാക്കണം, അതൊന്നും നിങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ഒരു വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ തന്ന ആപ്പിൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമായതിനാൽ മാത്രമാണ് അത് വളരെ ഷോർട്ടാക്കി പറഞ്ഞത്. കുറച്ചുകൂടി ഈസിയായി വളരെ ആകർഷകമായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് എങ്ങനെ അവിടെ നിന്ന് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തമ്പനയിൽ വളരെ സിമ്പിൾ ആയിട്ട്, മറ്റതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, തമ്പനയിൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ കുറെ തമ്പനയിൽ നമുക്ക് ഇങ്ങോട്ട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് കറക്റ്റ് യൂട്യൂബ് തമ്പനയിലിന്റെ സൈസ് ആണ് ഞാൻ ഈ പറയുന്ന തമ്പനയിൽ മേക്കർ എന്ന് പറയുന്ന ആ ആപ്പിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മറ്റതെല്ലാം നിങ്ങൾ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മതി, അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുക. ആദ്യം നമ്മൾ അതിന്റെ സൈസ് തിരഞ്ഞെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു തമ്പനയിലിന്റെ സൈസ് എന്ന് പറയുന്നത് 1280 720 എന്ന ഒരു സൈസാണ് അതിന്റെ ഒരു തമ്പനയിലിന്റെ സൈസ് എന്ന് പറയുന്നത്. ആ സൈസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് കിട്ടുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ കുറച്ചുകൂടെ ഈസിയായി പറഞ്ഞു തന്നതായിരുന്നു. ഇനി അതിനും ഈസി, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല സുന്ദരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് വീഡിയോസ് ഇടേണ്ടത്, ഓരോ ഫുഡിന്റെയും ടെക്ക് ചെയ്യുമ്പോഴും അതുപോലെ ഫാഷൻ ഡിസൈനിങ് ചെയ്യുമ്പോഴും അങ്ങനെ ഓരോരോ കാറ്റഗറിക്കും എങ്ങനെയാണെന്നുള്ളതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ ഈ തമ്പനയിൽ ഓപ്പൺ ചെയ്യുന്ന ആദ്യത്തെ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ചിത്രമായിരിക്കും. അവിടെ വ്യക്തമായിട്ട് ആദ്യം തന്നെ ബിസിനസ് എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ബിസിനസിന്റെ അടിയിൽ ബിസിനസ് പരമായിട്ട് ചെയ്യേണ്ടവർ ഇടേണ്ട വീഡിയോസുകൾ തമ്പനയിലുകൾ ഇങ്ങനെ ഒരുപാട് കാണിക്കുന്നുണ്ട്. ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ നിങ്ങൾ ആ ഒരു ഇഷ്ടപ്പെട്ട തമ്പനയിലിന്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ ഞെക്കുന്ന സമയത്ത് അവിടെ ഡൗൺലോഡിങ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസിന്റെ പിക്ചർ അവിടെ വന്ന് അവിടെ നിങ്ങൾക്ക് അവിടെ എഴുതിയിരിക്കുന്ന ഓരോന്നും നിങ്ങൾക്ക് മാറ്റാനും കഴിയും. ഓക്കെ, ഇപ്പൊ അവിടെ ഡിലീറ്റ് എന്ന് ഞാനിത് ഒരു മനുഷ്യന്റെ ചിത്രം ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ടോപ്പ് 5 എന്നുള്ളത്, പിന്നെ പ്രോഫിറ്റബിൾ എന്നുള്ളതൊക്കെ ഓരോന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ളത് അവിടെ വെക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ എഴുതി ചേർക്കുകയും കൂടെ ചെയ്യാം. ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത്, കണ്ടില്ലേ? അത് നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഞാനിവിടെ ഒരു കളർ എന്നൊക്കെ അടിച്ചിട്ട് ഞാനൊരു ചെറിയ കളർ ഇട്ടിട്ട് അവിടെ കാണിച്ചു തന്നു. ഇങ്ങനെ നമുക്ക് അവിടെ ആഡ് ചെയ്യാനും പറ്റും. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എടുക്കാൻ കഴിയും ഇതേപോലെ. അപ്പൊ അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് ഓരോന്ന് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനും അവിടെ തരുന്നുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് ഇതേ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെയും നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഷോപ്പിംഗ് വിത്ത് അസ് എന്നുള്ള അവിടെ നിന്ന് അങ്ങോട്ട് ഞെക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഡൗൺലോഡിങ് എന്ന് പറഞ്ഞ് കാണിച്ചു. നമുക്ക് ഈ പെൺകുട്ടിയെ അങ്ങോട്ട് മാറ്റാം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് എന്നുള്ളത് മാത്രം, വിത്ത് അസ് എന്നുള്ളത് ഒഴിവാക്കാം, സബ്സ്ക്രൈബ് നോ വേണമെങ്കിൽ അവിടെ വെക്കാം. എന്നിട്ട് അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് പതുക്കെ എന്റെ ഒരു ഫോട്ടോസ് ഞാനിങ്ങനെ അവിടെ നിന്ന് സെലക്ട് ഏതെങ്കിലും ഒരു ഫോട്ടോസ് എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ ഒരു ഫോട്ടോസ് ഞാൻ കൊടുത്തു, കാണുന്നില്ലേ? ഇങ്ങനെ കൊടുത്തു.
എന്നിട്ട് എനിക്ക് എന്തെങ്കിലും അവിടെ എഴുതിയിടാം. ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഫാഷനുമായ ഡിസൈൻ ചെയ്യുന്നവർക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് അങ്ങനെ ഓരോരോ ഇപ്പൊ ന്യൂ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് സമ്മർ, റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. കൊമേഴ്സ്, ഫിറ്റ്നസ്, സ്പാ, ലവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ ആകർഷകമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ റൊമാൻറ്റിക് ദ വീക്കെൻഡ് ഐഡിയാസ് ഉള്ള ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പൊ ചെറിയൊരു അഡ്വർടൈസ്മെന്റ് വരും. ആ അഡ്വർടൈസ്മെന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളത് മാത്രമായിരിക്കും ഉണ്ടാകുക, വേറെ കുഴപ്പമൊന്നുമില്ല. അതൊരു 10 സെക്കൻഡ് അഡ്വർടൈസ്മെന്റ് വരും. അഡ്വർടൈസ്മെന്റ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി റൊമാൻറ്റിക് വിത്ത് ഐഡിയാസ് എന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഇതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒഴിവാക്കാം, എന്നിട്ട് ഇവിടെ എഴുതി ചേർക്കാം. നമുക്ക് ഇതേപോലെ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം. ഇനിയും ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഫോട്ടോഗ്രാഫിക് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ഫണ്ണി വീഡിയോസ് ചെയ്യുന്നവർക്ക് ഫണ്ണി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകും. ഓക്കെ, ഇനി മ്യൂസിക് വേണ്ടവർക്ക് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോ എന്ന് ആ ഒരു നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ടിന്റെ അവിടെ പ്രോ എന്ന എഴുതിയിട്ട് ഒരു മഞ്ഞ അക്ഷരത്തിൽ പ്രോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ പ്രോ PRO എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒരു കിരീടത്തിന്റെ ചിഹ്നവും വെച്ച് അവിടെ PRO പ്രോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് പേ ചെയ്യേണ്ടി വരും, ക്യാഷ് അടക്കേണ്ടി വരും. അപ്പൊ അത് നിങ്ങൾ എടുക്കേണ്ട. അത്തരത്തിൽ PRO ഉള്ളത് ഒഴിവാക്കിയിട്ട് ബാക്കി ഇഷ്ടപ്പെട്ടത് ഓരോന്നായിട്ട് എടുക്കാം. ഇവിടെ വരുന്ന സെക്ഷനുകൾ ഞാൻ ഓരോന്നായി പറയാം. ഗെയിമിൻ്റെതുണ്ട് നിങ്ങൾക്ക്. ഇനി ഫുഡൊക്കെ ചെയ്യുന്നവർക്ക് വളരെ രസകരമായിട്ട് എങ്ങനെ ഫുഡ് ഉണ്ടാക്കും, ഫുഡിന്റെ ഡിസൈൻ ഒക്കെ എങ്ങനെ ചേർക്കാം എന്നുള്ളത് വളരെ രസകരമാണ്. ട്രാവലിംഗ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സ്പാ ആൻഡ് ബ്യൂട്ടി സലൂൺ, ഡാൻസ്, ഹെൽത്ത്, മാർക്കറ്റിംഗ്, എഡ്യൂക്കേഷൻ, ഓട്ടോമൊബൈല്, മൂവി, പ്രൊമോട്ടിങ്, റെസിപ്പി, അതുപോലെ തന്നെ ആർട്ട്, ടെക്നോളജി, ലൈവ്, ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ലൈവിന്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല ലൈവ് ഒക്കെ ഇടുമ്പോൾ അതിന് തമ്പനയിൽ ചേർക്കേണ്ടവർക്കൊക്കെ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും, തമ്പനയിലെ ലൈവ് എന്നുള്ള. അപ്പൊ പ്രോ എന്നുള്ള അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രോ വേണ്ടവർക്ക് 130 രൂപയൊക്കെയാണ്. അത്രയും ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ ഒരു തമ്പനയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1500 വാങ്ങിയിട്ട് ഓരോരുത്തർ തമ്പനയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഇതിൽ കാണുന്ന പ്രോ എന്ന് എഴുതാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും സെലക്ട് ചെയ്താൽ മതി. ഇതെല്ലാം യൂട്യൂബിൻ്റെതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോഗുകൾ, ഫെസ്റ്റിവൽ കിറ്റ്സ്, പിന്നെ പ്രൊഡക്ട്സ്, പിന്നെ പോഡ്കാസ്റ്റ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് VS എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ ആപ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ട് ഞാൻ ഈ കാണിച്ചു തരുന്ന പോലെ അതിന്റെ ആവശ്യമില്ലാത്ത ലെറ്ററുകൾ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്ററുകൾ കയറ്റി സേവ് ചെയ്യുമ്പോൾ തമ്പനയിൽ റെഡി ആയി എന്നുള്ളതാണ്. അതിന്റെ ചെറിയൊരു രൂപം ഞാൻ ഇതിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തമ്പനയിൽ വളരെ ആകർഷകമായിട്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. തമ്പനയിൽ മേക്കർ എന്നാണ്. ഈ ഒരു ആപ്പിന് ക്യാഷോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ചെറിയ ഡെമോ കൂടെ ഞാനിത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിവിടെ ഈ പോഡ്കാസ്റ്റ് എന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്, അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്നും ഓരോന്നായിട്ട് ഞാൻ ഒഴിവാക്കുകയാണ്. ഞാനിത് ഈ പോഡ്കാസ്റ്റ് എന്നുള്ളത് ഒഴിവാക്കി, ഗ്രേറ്റ് എന്നുള്ളത് ഒഴിവാക്കി, എന്നുള്ളത് ഒഴിവാക്കി. ഇനി ആ ഒരു സ്ത്രീ ലേഡി ഉണ്ട്, ലേഡിയെ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് ഇത് കിടക്കുന്നുണ്ട്. ഈ രണ്ടും അത് വൈറ്റും ഒഴിവാക്കി. ഇതേപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഈ ലേഡിയെയും ഞാൻ ഒഴിവാക്കി. ഓക്കെ, ഇപ്പോൾ എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. ആ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടി. ഇനി ഞാൻ നേരെ ഗാലറിയിലേക്ക് പോയി എൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുന്ന് വെക്കുകയാണ്. ഓക്കെ, അവിടെ എൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തതിന് അടുത്ത എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ക്യാപ്ഷൻ കൊടുക്കണം. അപ്പം ഞാൻ ഇനി ക്യാപ്ഷൻ എഴുതുകയാണ്. അപ്പോൾ ഞാൻ ക്യാപ്ഷൻ ഇങ്ങനെ എഴുതുകയാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് യൂട്യൂബ് തുടങ്ങുന്നതിൽ എന്തെങ്കിലും വിലക്കുണ്ടോ? ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് ഞാൻ അവിടെ എഴുതി. അതിനു വേണ്ടി ഞാനൊരു ലെറ്ററിൻ്റെ കളറ് ഞാൻ തിരഞ്ഞെടുത്ത്
ഒരു ഫോണ്ട് തിരഞ്ഞെടുക്കണം. ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് ഞാനിങ്ങനെ ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ളൊരു ഫോണ്ട്, അതിന് കളറ് എന്നുള്ള സ്ഥലത്ത് ഞെക്കിയിട്ട് വൈറ്റ് കളറ് ഞാൻ കൊടുത്തു. ഇനി എനിക്ക് ഔട്ട്ലൈൻ, അതായത് അതിൻ്റെ ഷെയ്ഡ് ഒരു റോസ് അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈനും കൊടുത്തു. കണ്ടില്ലേ? ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് യൂട്യൂബ് തുടങ്ങുന്നതിൽ എന്തെങ്കിലും വിലക്കുണ്ടോ? ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും കൂടെ വേണമെങ്കിൽ നമുക്കിത് എഴുതാം. അപ്പോൾ ഞാനതൊന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് അവിടെ അങ്ങനെ കുടുക്കി വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി അടിയിൽ മറ്റെന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ വീണ്ടും ടെക്സ്റ്റ് എന്ന സ്ഥലത്ത് പോയിട്ട് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ അതൊരു പെട്ടിക്കൂടിലാക്കുകയാണ്. എന്ന് വെച്ചിട്ട് കള്ളിയിലാക്കിയതിന് ശേഷം ഞാൻ ആ കള്ളിയിൽ കാണുന്നതിന് ബ്ലാക്ക് കളർ കൊടുക്കണം ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ഔട്ട്ലൈൻ എന്ന് എഴുതിയതിൻ്റെ തൊട്ടടുത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണുന്നില്ലേ, ആ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സ്ഥലത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് എഴുത്താധികാരം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ വൈറ്റ് ലെറ്റർ കൊടുക്കുകയാണ് ഞാൻ. വൈറ്റ് ലെറ്റർ കൊടുത്തപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ ഈ 2 ലെറ്റർ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് എൻ്റെ തമ്പനയിൽ എന്ന് പറയുന്നത്. ഏറ്റവും മേലെ കാണുന്ന ആരോ മാർക്കിൻ്റെ അവിടെ ഞാൻ റൗണ്ട് റെഡ് വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഞെക്കിയപ്പോൾ ഇത് സേവായി. ഇത്രയേ ഉള്ളൂ ഈ ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു തമ്പനയിൽ ഉണ്ടാക്കുക എന്നുള്ളത്. ആകർഷകമായ ഒരു തമ്പനയിൽ ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നില്ല, മറ്റുള്ളവർ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അവരൊക്കെ എടുക്കുന്നത് ഇത്തരത്തിൽ ഓരോ ആപ്പുകളിൽ നിന്നൊക്കെ തന്നെയാണ്, അല്ലാതെ ഓരോന്ന് കുത്തിയിരുന്നിട്ട് അവർ കട്ട് ചെയ്തുണ്ടാക്കുന്നതൊന്നുമല്ല. പലരും ഇതുപോലെ ആപ്പുകളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫോട്ടോസ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ നിന്നൊക്കെ ഓരോന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും ഒരു ലെറ്ററും എഴുതി ചേർത്ത് സേവ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് തമ്പനയിൽ റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ തമ്പനയിൽ ഉണ്ടാക്കുക. ഇനി ഇതിലും ഈസി ആയിട്ട് എങ്ങനെ തമ്പനയിൽ ഉണ്ടാക്കാം, തീരെ തമ്പനയിൽ ഉണ്ടാക്കാൻ അറിയാത്തവർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അതിനു വേണ്ടി അടുത്ത വീഡിയോസ് ചെയ്യാം. അപ്പൊ അത് തീരെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലേക്ക് കടന്നു വരികയാണ്, മൊബൈൽ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല, അവർക്ക് എങ്ങനെ ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് എന്റെ അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, അടുത്ത ഒരു നല്ലൊരു വീഡിയോസുമായി വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.